മാമാ അപ്പച്ചി പയ്യെ വന്നാ നീ ഭയങ്കര ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടാ. കൊള്ളാം. അതുകൊണ്ടെന്താ ബാക്കിയുള്ളവരുടെ ജീവൻ പോയത്? അയ്യോ എന്റെ ഉച്ചയ്ക്ക് എന്ത് പറ്റി? അവള് കല്യാണം വീട്ടിൽ കിടന്നിട്ട് ബഹളം ഉണ്ടായി. ഡോക്ടർ എന്നിട്ട് ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്വാസം നേരെ വീണത്. എന്തിനൊക്കെ നാണം പറഞ്ഞ നാണം കൊണ്ടാളി എന്തിനാട്ടാ നോക്കുന്നു? എന്നാ പിന്നെ അകത്തോട്ട് കേറ്. പിങ്കി ക്ഷീണുണ്ടോടി? രാകേഷ് കുറച്ച് പെണ്ണായതാ. ഇത് അച്ഛമ്മയുടെ ടെക്നിക്ക്. കണ്ണ് കിട്ടായിരിക്കും. പോയി കിടക്കട്ടെ. അതൊന്ന് കിടത്തടാ. ഞാനാ ഇല്ല ഞാൻ അതുകൊണ്ട് കിടത്തിട്ട് നിങ്ങൾ എന്താണ് നിൽക്കുന്നത്? പോ. കേട്ടാ? ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ശംഭു, ആമി, കണ്ണൻ, മൊത്തം 12 പേര്. 12 1 13 1 14. പിടിച്ചുകൊണ്ടിരുത്തണോടി? ഞാൻ പിടിച്ചിരുത്താം. ഇതിലൊരു അവസരമില്ലേ? ഡോക്ടർ പറഞ്ഞ കാട്ടില്ല 2-3 മാസത്തേക്ക് നല്ലോണം ശ്രദ്ധിക്കണം. എന്ത്? അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റ് അല്ലേ എടുക്കണം? പിന്നെ എന്തോ ശ്രദ്ധിക്കുക? അങ്ങനെയല്ല, റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള സമയമല്ല ചാടത്തുള്ളൂ നടക്കല്ലേ. അങ്ങനെ മരം കയറി നടക്കരുത്. ഒരു വിചാരം വേണം, അത്രേ ഉള്ളൂ. അല്ല, ഇതിപ്പോ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ആദ്യമായിട്ടാ പ്രഗ്നന്റ് ആവുന്നതെന്ന്. കണ്ണനെ പ്രസവിച്ചത് ഞാൻ തന്നെ കേട്ടാ. ആണോ? കണ്ണനെ പ്രസവിച്ച വിളാന്ന് ഇതുവരെ ഞാൻ ഇവനാന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്റെ മൂത്തമ്മോടെ മിസ് കണ്ണൻ വിളിച്ചേ. മൂത്തമ്മനെ കണ്ണാ. എടാ, ഞങ്ങള് വന്നിട്ട് നീ എന്താ വരാഞ്ഞ? ഇവിടെ വന്നിരി. നീ ഇനി അമ്മയെ നല്ലോണം നോക്കിക്കോണം കേട്ടോ. കുഞ്ഞാവ് വരാൻ പോവാ. ഞാൻ അറിഞ്ഞ് അമ്മൂമ്മേ എന്റെ അടുത്തെല്ലാം പറഞ്ഞു. ആണോ? കുഞ്ഞാവ് വരുന്നതിൽ മക്കൾക്ക് സന്തോഷം തന്നെ. സന്തോഷമുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ മക്കള് നോക്കണം. അല്ലെങ്കിൽ അവരൊക്കെ തന്നെയായിരുന്നു നോക്കുന്നത്. എടാ, വിറ്റാമിന്റെ കുറവുണ്ടെന്ന് കണ്ടാ പറഞ്ഞു. സിറപ്പ് കണ്ടാ തന്നില്ലേ? ഗുളിയല്ലേ? സിറപ്പാ? അല്ല, സിറപ്പ്. സിറപ്പ് ഉണ്ട്, ഫോളിക് ആസിഡിന്റെ ഗുളികയുണ്ട്. രണ്ടും കഴിക്കണം. എന്റെ നാത്തു എനിക്ക് അത് ആലോചിക്കുന്നത് ഛർദ്ദിക്കാൻ വരുന്നു. അതിന് നല്ല ടേസ്റ്റ് അല്ലേ? ഓറഞ്ചിന്റെ ടേസ്റ്റ് ആ സിറപ്പിന്. ഞാൻ ആശുപത്രി കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ആ വൃത്തിയിട്ട സാധനത്തിന് ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയത്. അവിടെ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മകൾ ഇവിടെ ഇരിക്കുന്ന അവനോട് ഇരുന്നോട്ടെ. വെറുതെ ശല്യപ്പെടുന്ന. അതെ, കഴിഞ്ഞോടത്ത് പോലെ മൊത്തം കരിച്ചു കളയരുത് കേട്ടാ. ചെയ്യുന്നോ? അല്ല, പറഞ്ഞേ ഉള്ളു ഞാൻ. എന്താണ് സ്പെഷ്യല്? ഇത് പൈങ്കൂസിനുള്ളതാ. ലളിത സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. എടി, എന്നാലും ഇവിടെ തലയിറങ്ങി വീണെന്ന് കേട്ടപ്പോഴേ ഞാനങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അമ്മ കേട്ടല്ലേ ഉള്ളൂ. ഞാൻ കണ്ടോണ്ട് നിൽക്കുക. അവൾ നിന്ന് നിപ്പി അടിച്ചു തല്ലി വീഴുന്നത്. രാവിലെ തൊട്ട് ഇവള് പറയുന്നുണ്ടെന്നേ ക്ഷീണോ. ഞാൻ വിചാരിച്ചത് ഇവളുടെ സ്ഥിരം നമ്പർ ആയിരിക്കും എന്ന്. അവൾക്ക് നല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇത് തന്നെയല്ലായിരുന്നു അവളുടെ പ്രോബ്ലം. നല്ലോണം മുട്ടയും പാലും പച്ചക്കറിയൊക്കെ കൊടുത്താൽ മതി, ശരിയാവും. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. അതെ, അമ്മയുടെ സ്പെഷ്യൽ ലേഹ്യം ഉണ്ടല്ലോ, അത് കഴിപ്പിക്കണം. അതിന് അവളത് കഴിക്കുവോ? അയ്യോ, കഴിപ്പിച്ചേ പറ്റൂ. ഇടി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ പ്ലാവിലെ വീട്ടിൽ പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമുണ്ട്. അത് നിർബന്ധമായിട്ട് അവളെ കൊണ്ട് കഴിപ്പിക്കണം. അത് പിന്നെ എനിക്കറിയത്തില്ലേ, ഞാൻ എന്തോരം കഴിച്ചതാ. ഓർക്കുമ്പോ ഛർദിക്കാൻ വരും. അത് കഴിച്ചോണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് അവൾക്ക് കൊടുക്കണോന്ന്. ആശേ, നീ പിങ്കിയോട് പറഞ്ഞായിരുന്നോ ശിവന്റെ സസ്പെൻഷന്റെ കാര്യം? ഇല്ല. അയ്യോ, അതാണ് എന്റെ പേടി. ഇനി ഇവന്റെ സസ്പെൻഷൻ അവൾക്ക് ടെൻഷൻ ആവുമെന്നാണ്. നീ എന്താടി പറയാഞ്ഞേ? നീ ആകുമ്പോ ഒരു മയത്തിൽ ഇതൊക്കെ പറഞ്ഞേനെ. ഓ, ഞാൻ പറയാൻ തുടങ്ങിയത് എന്റെ അമ്മ അന്നേരം ഉത്തോണം പറഞ്ഞു. ഇപ്പൊ പറയണ്ട, അവരുടെ കുടുംബകാരല്ലേ, ശിവൻ തന്നെ പറയട്ടെ. കണക്കിന് അത് നല്ലതാ. അതങ്ങ് പറയേണ്ടതായിരുന്നു. എന്തായി? ആയി. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കി ഇത് മുഴുവൻ തീർക്കുവോ? നീ കഴിച്ചു വരണം. അതെന്ത്? അവളാകുമ്പോ കറക്റ്റ് ആയിട്ട് പറയും. നിങ്ങളാകുമ്പോ കുറ്റമല്ലേ പറയുള്ളൂ. അത് ശരി. ഉപ്പില്ലമ്മ. അതുകൊണ്ടടി ബംഗ്ലി, എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, ഇത് തന്നെ ഞാനും ആലോചിച്ചോണ്ടിരുന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ,
നമുക്കിപ്പോൾ ഈ കുട്ടി വേണമായിരുന്നു. നീ എന്തോ പറയാനാ? അയ്യോ അങ്ങനെയല്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റിലായിട്ടൊക്കെ പോരായിരുന്നു അടുത്ത കുട്ടി. എന്തോ സെറ്റില്? എനിക്ക് പിന്നെ ഒരു വീടൊക്കെ വെക്കണം, പിന്നെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാൻ പാടുണ്ടോ? അതെ. നീയൊക്കെ ഒരു കാര്യം അറിയാമോ? അമ്മ ഇത് അറിഞ്ഞപ്പോ എന്തുമാത്രം സന്തോഷത്തിനറിയാമോ? അമ്മ അമ്പലത്തിലൊക്കെ പോയി, മുരുകന്റെ അമ്പലത്തില് കുറെ വഴിപാടൊക്കെ നടത്തി. അമ്മായി എന്നെ വിളിച്ചായിരുന്നു, ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കട്ടിക്ക് എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. നിങ്ങളുടെ അമ്മ പിശുക്കി. കേട്ട്. നീ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടോ. പറ. നീ ഒരുപാട് ഇമോഷണൽ ആവുകയും ദേഷ്യം വരികയും ചെയ്യല്ലേ. എന്തിനാ ദേഷ്യപ്പെടണ? അല്ല ഇനി അഥവാ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടല്ലേ, ഓർമ്മിക്കണം കേട്ടോ. ടെൻഷൻ ആക്കാതെ, എനിക്ക് BP കൂടും. പറ. അല്ല പറയാം. എനിക്കത് പിന്നെ ഒരു ചെറിയ സസ്പെൻഷൻ കിട്ടി. 2 ആഴ്ച ആയത്. ഇത്ര 2 ആഴ്ചയായിട്ട് സസ്പെൻഷനിലാണ്. അടിക്കിളി നീ കിടക്കാ. നീ വിഷമിക്കാനല്ല ഞാൻ പറഞ്ഞു. ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ല വിഷമിക്കില്ല. നീ കേക്ക്. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഓക്കെ. ശിവേട്ടൻ അപ്പുറത്തെങ്ങാനും പോക്കോ? ഇല്ല ഞാൻ അപ്പുറത്ത് പോയാൽ ശരിയാവൂല. നിനക്ക് ക്ഷീണം പറഞ്ഞാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗ്ലൂക്കോസ് ആണോ? ശിവേട്ടൻ ഒന്നുമില്ല. ശിവേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയും കൂടി ഇല്ലെങ്കിലോ? അല്ല അത് ഞാൻ ശരി സസ്പെൻഷൻ മാറ്റാനുള്ളത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഉറപ്പുണ്ടോ? ഓ ഉറപ്പുണ്ട്. മാത്രമല്ല പിന്നെ കമല മാഡമൊക്കെ സഹായിക്കുമല്ലോ. കമല മേഡം സഹായിച്ചത് തന്നെ. അല്ല ഉറപ്പായിട്ട് സഹായിക്കും. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ട്രാൻസ്ഫർ ഇല്ല. അയ്യോ നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും വിഷമിക്കാതെ. ട്രാൻസ്ഫർ ആയാലും ഞാൻ എല്ലാ ആഴ്ച വരുമല്ലോ ഇങ്ങോട്ട്. എല്ലാ ആഴ്ചയും വരുന്നത് പോലെ ഈ സമയത്ത് എന്റെ കൂടെ വേണ്ടേ? അതുകൊണ്ടല്ല, അതിപ്പോ സസ്പെൻഷൻ അല്ലേ. അത് മാത്രല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ജോലി പോയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ഒരു അവസ്ഥയും കൂടി ഇനി അച്ഛനോടും ചേട്ടനോടും കൈ നീട്ടാൻ നിൽക്കണോ? അല്ല സസ്പെൻഷനിലാണെങ്കിൽ പകുതി പൈസ കിട്ടുമല്ലോ. നീ ഒന്ന് പിണങ്ങാടി കിളി. നീ ഒന്ന് എണീറ്റ്. അല്ലേ തന്നെ എനിക്ക് ടെൻഷനാണ് ഇത് എന്താവുമെന്ന്. ശിവേട്ടൻ ഒന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്ക. അതെ, നമുക്കിപ്പോൾ ജനിക്കാൻ പോകുന്നത് ഒരു പെങ്കൊച്ചാന്ന് വെക്കുക. ഇനി നാളെ അതിനെ വളർത്തി വലുതാക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, കല്യാണം കഴിപ്പിച്ച് വിടണം, സ്വർണ്ണമൊക്കെ ആക്കി വെക്കണ്ടേ? അപ്പം നിങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാ? അത്രയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഓവർ തിങ്കിങ് അല്ലേ ഈ സമയത്ത്. അങ്ങനെ ഒരു ഓവറായിട്ട് ഞാനിപ്പോ ചിന്തിക്കുന്നതാണ് പ്രശ്നം. എടി ഇങ്ങനെ നീ അങ്ങ് പിണങ്ങി പോണാക്കളി. നീ എന്നെ 2 അടി അടി ഇല്ലേ? നീ ചീത്ത വിളി. ഡോക്ടറെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു.